പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇംഗ്ലണ്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു UK ഔട്ട്ഡോർ ഇവൻ്റാണ്. ഇതിൻ്റെ പേര് ബാർബിക്യൂ എന്നാണ്. ഇത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല, ലോകമെമ്പാടും ഓസ്ട്രേലിയ, കാനഡ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, അമേരിക്ക എല്ലായിടത്തും വളരെ പ്രശസ്തമാണ്. ഇത് വളരെയധികം അറിയപ്പെടുന്ന ഒരു ഔട്ട്ഡോർ ഇവൻ്റാണ്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ അറിയപ്പെടുന്ന ബ്രായ് എന്നാണ്. നോർമലി നമ്മളിത് മീറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. ഒക്കേഷണലി ഫിഷ് കൊണ്ടും ചെയ്യാറുണ്ട്. മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോർക്കോ, ചിക്കൻ, ബീഫ് എന്ത് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇത് വളരെ ഫേമസ് ആണ് മലയാളികളുടെ ഇടയിൽ മാത്രമല്ല UK വളരെ ഫേമസ് ആണ്. നോർമലി ഇംഗ്ലീഷ് പീപ്പിൾ യൂസ് ചെയ്യുന്നത് സോസേജസും പോർക്ക് റിബ്സ്, ബർഗേഴ്സ് എന്നിവയാണ്. പക്ഷേ മലയാളിവൽക്കരിച്ച് ചിക്കൻ, പോർക്ക് എല്ലാം കൊണ്ടും മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. വളരെ വെറൈറ്റിയായ ഒരു പ്രോഗ്രാമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പോർക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാരിനേഷൻ എങ്ങനെയാണെന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സപ്ലൈ ചെയ്ത നമ്മുടെ അങ്കിളിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കാഡിഫിൽ നിന്ന് വന്ന ജോർജ് യൂട്ടി അങ്കിളാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇതെല്ലാം മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അങ്കിളിനോട് ചോദിക്കാൻ പോവുകയാണ്, ഇത് എന്തുകൊണ്ടാണ് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അങ്കിൾ നമ്മളോട് പറയുന്നതാണ്. ഇത് ഫ്രഷ് ചിക്കൻ കാർഡിഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ പൊളിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് അതിനകത്ത് വിനാഗിരി ഒഴിച്ച് അരമണിക്കൂർ ഇടുന്നു. അതിനുശേഷം നാരങ്ങാനീര്, തൈര്, ഉപ്പ്, ചിക്കൻ മസാല, ബാർബിക്യൂ മസാല ഇത് മിക്സ് ചെയ്ത്. അങ്കിൾ, സാധാരണ ഇംഗ്ലീഷ് ബാർബിക്യൂവിൽ ഇത്രയും തിക്കായിട്ടുള്ള ചുമല കളറൊന്നും കാണാറില്ല. ഇത് നമ്മുടെ ഇന്ത്യൻ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ മസാല കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ബാർബിക്യൂവിൽ. ഈ ബാർബിക്യൂവിൽ സ്പെഷ്യലായിട്ട് ബാർബിക്യൂവിൻ്റെ മസാലയും അതിൻ്റെ കൂടെ ചിക്കൻ മസാല, തൈര്, നാരങ്ങാനീര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത്രയും തിക്കായിട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്കിൾ ഇത് നമുക്ക് വേണ്ടി ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് സാധാരണ നോർമൽ കാലാവസ്ഥയായിരുന്നുവെങ്കിൽ ഹോട്ട് ചാർക്കോളിലാണ് നമ്മൾ ബാർബിക്യൂ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഗ്യാസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നോർമലി ട്രഡീഷണലായിട്ട് ഹോട്ട് ചാർക്കോളിൽ 240 to 270 ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിലാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ടേക്ക് മിനിമം 40 minutes ടു. അങ്കിൾ, ഏകദേശം ഈ ഗ്രില്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഏത് മീറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ചിക്കൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിക്കൻ തുടങ്ങാമല്ലോ അല്ലേ? ഒരേ സമയത്ത് നമുക്ക് എത്ര പീസ് വരെ ഇതിനകത്ത് വെക്കാൻ പറ്റും? കപ്പാസിറ്റി ഉണ്ടാവും. ഇത് എത്ര പേർക്ക് നമുക്കിത് മിനിമം സെർവ് ചെയ്യാൻ പറ്റും? ഒരു ട്രിപ്പ് ഇതൊരു 5-6 പേർക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ മനോഹരമായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ സൈഡ് ഡിഷസ് അല്ല, ഇതിനു വേണ്ടി സൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണോ അതോ? സൈഡായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്നവരെ ഇച്ചിരി അട്രാക്ഷൻ ചെയ്യിക്കും, അതാണ്. ഇത് നമ്മൾ ഇത് വെച്ചു, ഇനി ഇത് ക്ലോസ് ചെയ്യണോ? ക്ലോസ് ചെയ്യുന്നു. ഒരു 30-40 മിനിറ്റ് നേരത്തേക്ക് ക്ലോസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഇടയ്ക്ക് നമ്മൾ എടുത്തും മറിച്ച് വെക്കണം. സമയം എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ സിറ്റുവേഷൻ മിനിമം എത്ര സമയം എടുക്കും ഇതിന്? ഏതാണ്ട് ഒരു 25-40 മിനിറ്റ്. 25 to 40 ആണ് എടുക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ മിസ്റ്റർ പ്രസാദിനെയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ബോസ്റ്റൺ, ലിങ്കൻഷെയറിൽ നിന്ന് വരുന്നു. ഇത് എപ്പോഴും നിങ്ങളിങ്ങനെ ഗെറ്റ് ടുഗദറൊക്കെ കൂടാറുണ്ടോ? വളരെ സമ്മറിൽ മാത്രം, അല്ലാണ്ട് സാധാരണ ഇല്ല. കാലാവസ്ഥ വളരെ ബോൾഡ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഇതൊരു ബർത്ത്ഡേ പാർട്ടിയോട് അനുബന്ധിച്ചാണ് നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തുമാത്രം ആൾക്കാരെ നമുക്കിതുകൊണ്ട് എൻകറേജ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇതുകൊണ്ട് എൻകറേജ് ചെയ്യാൻ പറ്റുമെന്ന്? എൻകറേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപ്പെട്ട ആൾക്കാർക്കെല്ലാം ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. ഇല്ലാത്തവർക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. ഇത് കാണുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്? അതായത് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു മീറ്റുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ അനുസരിച്ച് വളരെ ഹോട്ടാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. ചിലർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് വെച്ച് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് ഇപ്പോൾ നമ്മൾ പറയാനേ പറ്റുള്ളൂ. താല്പര്യമുള്ളവർ ചെയ്യുന്ന അത്ര തന്നെ. ഇത് ശരിക്കും നമ്മുടെ പണ്ടത്തെ ചുട്ടു തിന്നുക എന്ന് പറയുന്നതിൻ്റെ ഒരു മോഡേൺ പതിപ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ?
ഇല്ല, ഒരിക്കലും ഇല്ല. നല്ലതാണ്. അത് ചുട്ട് തിന്ന ആളിൻ്റെ ടേസ്റ്റ് അറിയണേ ചുട്ട് തിന്ന് നോക്കണം. അതുകൊണ്ട് തിന്ന് നോക്കാനാണ് ആൾക്കാരോട് നമ്മൾ പറയുന്നത്. താങ്ക്സ് മിസ്റ്റർ പ്രസാദ്. ഇന്നത്തെ ഈ ബാർബിക്യൂ ഈവൻറ്റ് നടക്കുന്നത് ലണ്ടൻ സിറ്റിയിൽ നിന്ന് ഏകദേശം 40 മൈൽ അകലെ ഓൾഡർഷോട്ട് എന്ന് പറയുന്ന സിറ്റിയിലാണ്. മിസ്റ്റർ ടോമി ആൻഡ് ഫാമിലിയാണ് ഇന്ന് ഈ ബാർബിക്യൂയുടെ അവരുടെ മോൾക്ക് 1 വയസ്സായതിനോടനുബന്ധിച്ച് ഈ ബാർബിക്യൂടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ ടോമി, നിങ്ങൾ നാട്ടിൽ എവിടെ നിന്നാണ്? നാട്ടിൽ പാല. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ വന്നിട്ട് 7 വർഷം. എങ്ങനെയുണ്ട് UK ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? വളരെയധികം ചെയ്യുന്നു. എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ സ്റ്റേജ് കോച്ച് ബസ് ഡ്രൈവറാണ്. മിസ്സസ് എവിടെ വർക്ക് ചെയ്യുന്നു? ഫാനം ഹോസ്പിറ്റലിൽ. മിസ്സസിൻ്റെ പേരെന്താണ്? ഇന്ന് സാധാരണ നോർമലി നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ഒരു കേക്ക് കട്ട് ചെയ്തു, ഫുഡ് അറേഞ്ച് ചെയ്തു, നോർമലി എവിടെയെങ്കിലും ഹോളൊക്കെ കണ്ടുപിടിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾ ബാർബിക്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം? തീർച്ചയായിട്ടും നമ്മളൊരു ഹോളിലോ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് മറ്റുള്ളവരുമായിട്ട് കൂടുതലൊരു ആൾക്കാർ വന്നു, ഫുഡ് കഴിച്ചു, പോയി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ടീം ഗെറ്റ് ടുഗദർ, എല്ലാവരോടും കൂടി ഒന്നിച്ച് ഉണ്ടാക്കുന്നു, ഒന്നിച്ച് കഴിക്കുന്നു, വർത്തമാനം പറയുന്നു. എല്ലാവരുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ തന്നെയാണ്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ എല്ലാവരും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒത്തിരിയധികം ഗസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടും വളരെ കഴിക്കുന്നതിലുപരി എല്ലാവരോടും കൂടി ഒന്നിച്ചൊരു നല്ലൊരു ഫങ്ഷൻ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയുടെ ഒരു ചെറിയൊരു പ്രശ്നം ഇന്നിവിടെ ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വളരെ തണുപ്പുമുണ്ട്, കാറ്റുമുണ്ട്. എങ്കിൽ പോലും വളരെയധികം നമ്മളെല്ലാവരും ഇതിന് വേണ്ടി 45 മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. എനിക്കതിൻ്റെ സ്മെല്ലടിക്കുക, ശരിക്കും അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ശരിക്കും നമ്മളെല്ലാം എൻകറേജ് ചെയ്യുന്നത് മാത്രമല്ല അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും. മിസ്സസ് ദീപ ടോമി, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സന്തോഷം കൊണ്ടായിരിക്കാം ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി ഇത്ര ആൾക്കാർ വന്നതിന് സന്തോഷം കൊണ്ടായിരിക്കാം. കൂടുതൽ വാക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. ഏകദേശം നമ്മളിപ്പോൾ വെച്ചിട്ട് 15 മിനിറ്റോളമായിട്ടുണ്ട്. ഇത് 1 സൈഡ് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് എന്നാണ് അങ്കിൾ പറയുന്നത്. നമുക്കിത് തിരിച്ചു വെക്കേണ്ട സമയമായി. അടുത്ത ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, ഒത്തിരി ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ? ഏകദേശം ഇതിപ്പം ഹാഫ് വേ ത്രൂ ആയിട്ടുണ്ട്. ഇതിൻ്റെ 1 സൈഡ് ഇപ്പോൾ ബാർബിക്യൂവിൻ്റെ ഗ്രിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കിത് ഏകദേശം ഇത് മറിച്ച് വെച്ച് നോക്കാം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആൻറ്റി എന്ത് പറയുന്നു? ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മറിച്ച് നോക്കാം. ഏകദേശം ഇതിൻ്റെ 1 സൈഡ് ഇത് ആ ചിക്കൻ വെന്തതിൻ്റെ കാണാനുണ്ട്. നമുക്ക് നോക്കൂ, ക്ലോസ് ആയിട്ടുള്ള ലുക്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നും. ഈ ചിക്കൻ എത്ര സമയമെടുക്കും, ഇതെങ്ങനെ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ അങ്ങനെയുള്ള നെയ്യ് സംബന്ധമായ യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണ് എങ്ങനെ മറിച്ച് വെക്കാമെന്നുള്ളത്. എനിക്ക് ഈ ഷെഫിൻ്റെ കൂടെ ചോദിക്കാനുള്ളത്, ഈ ജാക്ക് ഡാനിയൽസ് പിന്നെ ഈ ബാർബിക്യൂൻ്റെ കൂടെ ചിക്കൻ ബാർബിക്യൂൻ്റെ കൂടെ ഉള്ള ബന്ധം എന്താണെന്ന് അങ്കിൾ ഇതിനെപ്പറ്റി അങ്കിൾ എന്ത് പറയുന്നു? അങ്കിളാണ് ഇതിൻ്റെ മെയിൻ ഷെഫ്. ഇത് ജാക്ക് ഡാനിയൽസ് ഇതുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നാണ് ഇവർ ചോദിക്കുന്നത്. കോമ്പിനേഷൻ ഉണ്ട്. മീനും നാരങ്ങായും എന്ന് പറയുന്നത് പോലെ ബാർബിക്യൂവും ജാക്ക് ഡാനിയലുമാണ് അതിൻ്റെ കോമ്പിനേഷൻ. ഇത് അങ്കിൾ പറഞ്ഞിരിക്കുന്നു. മീനും നാരങ്ങായും എന്ന് പറഞ്ഞ പോലെ ജാക്ക് ഡാനിയൽസും ചിക്കനുമാണ് കോമ്പിനേഷൻ. വളരെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ ആണ് അങ്കിളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതാ നമ്മൾ വീണ്ടും ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ഹാഫ് വേ ത്രൂ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ സ്മെല്ല്, അതിൻ്റെ പ്രിപ്പറേഷൻ. ഇന്നത്തെ ഈ ബാർബിക്യൂവിനിൽ ഞാൻ കുറേ മലയാളി സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താൻ പോകണം. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന UK ബോൺ ആൻഡ് ബോട്ടപ്പ് ഒരു മലയാളി ഒരു പയ്യനെയാണ്. യു മലയാളം? ഓക്കെ. ഹൗ ഡു യു എൻജോയ് ദിസ് വൺ? It's very nice. Very nice. How often you doing this? Quite a few times. Quite a few times. Normally what you're doing? Uh, Any meat? yeah, any meat basically. Any meat.
Okay, you really enjoying this one, yeah? Okay. The other guy, നമ്മളൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സഹോദരൻ, എങ്ങനെയാണ് നിങ്ങൾ ഇതിനെപ്പറ്റി കാണുന്നത്? ഇത് വളരെയധികം ടേസ്റ്റിയാണ്. ഞാനിത് ഒത്തിരി നേരം കഴിച്ചിട്ടുണ്ട്. ഒത്തിരി ഇവിടെ ഞാൻ UK വന്നിട്ട് 1 കൊല്ലമായുള്ളൂ. ഞാനിത് 5ാമത്തെ തവണയാണ് കൂടുന്നത്. ഇങ്ങനെ സമ്മറിൽ നല്ല എൻജോയ്മെൻ്റ് ആണ്. നിങ്ങൾ ഹൗ ഓഫൺ യു ഡൂയിങ് ഇറ്റ്? ഇത് കസിൻസ് ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സിലവിടെ ഗെറ്റ് ടുഗദർ വെക്കും. അപ്പോൾ എല്ലാവർക്കും ഓഫുള്ള ദിവസം കൂട്ടി ഒരു വീക്കെൻഡിൽ ഞങ്ങളിങ്ങനെ ആഘോഷിച്ച്. ഈ വർഷം ഹോട്ട് സമ്മർ ആയിരിക്കും, അപ്പോൾ ബാർബിക്യൂ ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ബാർബിക്യൂ വീക്കെൻഡ് ആയിരിക്കും. എന്താണ് അതിനെപ്പറ്റി മീൻ ചെയ്യുന്നത്? ആക്ച്വലി അത് ഈ ഇയർ ഹോട്ട് സമ്മർ ആണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു ബേസ് ചെയ്തിട്ടൊരു കൺസെപ്ഷനാണത്. ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല, സമ്മർ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് എന്തിരുന്നാലും സമ്മർ വന്നില്ലെങ്കിലും ഞങ്ങൾ ആ സമയത്ത് തന്നെ ബാർബിക്യൂ വെച്ചിരിക്കും. താങ്ക് യു. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീട്ടമ്മയാണ്. ചേച്ചി എത്ര വർഷമായി ഇംഗ്ലണ്ടിൽ വന്നിട്ട്? ഞാൻ 1.5 വർഷമാകുന്നു. 1.5 വർഷമാണ്. ചേച്ചി എത്ര പ്രാവശ്യം ഈ ബാർബിക്യൂ കഴിച്ചിട്ടുണ്ട്? ഞാൻ 5 പ്രാവശ്യം. 5 പ്രാവശ്യം. ഇന്നത്തെ ടെമ്പറേച്ചർ ഏകദേശം 6 ഡിഗ്രി എന്നാണ് നമ്മുടെ ഇത് കാണിക്കുന്നത്. ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് ആൾക്കാർക്കെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂഡല്ല. പക്ഷേ നമ്മുടെ ഒത്തിരി മലയാളി സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. ഒരുവിധമുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളും ഈ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തി എല്ലാവരും എന്നോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെ അവരെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എൻ്റെ പേര് സിജോ. നാട്ടിൽ തൊടുപുഴയാണ് വീട്. ഞാനിവിടെ ഒരു 60 മൈൽ അകലെ ബെഡ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവിടെ എത്തിയത്. ഇന്നത്തെ ഈ ബാർബിക്യൂ വളരെ എൻജോയ് ചെയ്യുന്നു. നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച്. എൻ്റെ പേര് സിനോ എന്നാണ്. ഞാനിവിടെ ഓൾഡർഷോട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ സ്റ്റുഡൻ്റ് ആണ്. നാട്ടിൽ തൊടുപുഴയാണ്. എൻ്റെ പേര് ജിയോ. ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഇവിടെ അയൽവക്കം തന്നെയാണ്. ടോമിയുടെ ഒരടുത്ത സുഹൃത്തു കൂടിയാണ്. ഇന്നലെ തുടങ്ങി ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയാണ്. ഇന്ന് ഏകദേശം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ മൈക്ക് അടുത്താക്കി കൊടുക്കുന്നതിന്. എൻ്റെ പേര് ജേക്കബ് എന്നാണ്. ഞാനിവിടെ ടോമിച്ചാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ പേര് വിനോദ്. ഞാൻ കുറുലങ്ങാടാണ്. ഇവിടെ ടോമിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ ബാർബിക്യൂ ആണ്. അത് തന്നെ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയതാണ്. എൻ്റെ ഒരു പ്രശാന്ത്. ഞാൻ അടുത്ത ആളുടെ മൈക്ക് കൊടുക്കുന്നു. ജോർജ് കുട്ടി, ആൻസമ്മ, ജിയ, ജോയൽ. ഇപ്പോഴേതാണ്ട് ഞങ്ങളിത് കണ്ട് മണമടിച്ച് കഴിക്കുന്നതിൻ്റെ പകുതി തൃപ്തിയിലായിരിക്കുകയാണ്. ഇനി കണ്ട് കഴിച്ചിട്ട് വിവരം പറയും. ഓക്കെ, പിടിച്ചു. എൻ്റെ പേര് മേരി. ഇവിടെ അടുത്ത് തന്നെയാണ് നാട്ടിലെ വീട്, ആലുവ. എൻ്റെ പേര് അനില. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. എൻ്റെ പേര് ടോമി. ഇന്ന് ഇവിടെ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. കാലാവസ്ഥ മോശമായതുകൊണ്ട് കുറച്ച് ആൾക്കാർ അകത്തിരിപ്പുണ്ട്. എല്ലാവരും ഉടനെ തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊന്ന് റെഡിയാകുന്ന താമസം. ഞങ്ങൾ എല്ലാവരും റെഡിയായി കാത്തിരിക്കുന്നു. എത്രയും വേഗം ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും നല്ല സൗന്ദര്യം അതുപോലെ തന്നെ നിൽക്കും, മാറ്റം വരുന്നില്ല. എന്നെ കണ്ട് നിങ്ങൾ പഠിക്കും. നോക്കാം, എന്റെ മുഖം നോക്കി ചെറുപ്പം പോലെ തന്നെ സിബി ഇങ്ങോട്ട് അടിച്ചേ. ഇത് വെക്കണം. ഇത് പറഞ്ഞിരിക്കുന്നത് അതും ഉണ്ടെന്നറിയണം. ദീപ, ഒരു ബിയർ അടിക്കുന്നതിന് കുഴപ്പമില്ല. ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയതാണിത്. മാത്രം പുറത്തേക്ക് എടുത്തായി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതാ മക്കളെ നല്ലത്. അടിച്ചിരിക്കുന്ന ഒരു പുള്ള അടിച്ചിരിക്കുന്നു. രീതിയിലുള്ള
നെക്സ്റ്റ് കൊച്ചുമോൻ, ഞാൻ കണ്ടു നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നത് ഈ ബാർബിക്യൂ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും നിങ്ങൾ സൈഡായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? സൈഡായിട്ട് ആദ്യം ചിക്കൻ എടുക്കുക, അത് കഴിഞ്ഞ് വെജിറ്റബിൾ ഉണ്ട്, അതിൻ്റെ കൂടാണ് നമ്മുടെ ജാക്ക് ഡാനിയൽ. സ്കോച്ച്. നിങ്ങൾ ജാക്ക് ഡാനിയൽസ് കഴിക്കുന്ന ആളാണ്. ഇതുമായിട്ട് എങ്ങനെ കമ്പൈൻ ചെയ്തു പോകും? ഇത് കോക്ക് ഒഴിച്ച്, ജാക്ക് ഡാനിയൽ ഒഴിച്ച്, കോക്ക് ഒഴിച്ച്, ഐസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മുടെ ബാർബിക്യൂ കൂടെ ബെറ്റർ ആയിരിക്കും. ഇത് കോമൺ ആയിട്ട് എല്ലാ ബാർബിക്യൂയിലും നമ്മുടെ മലയാളീസ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഞാനും ജാക്ക് ഡാനിയൽസ് ഉപയോഗിച്ച് ഇന്നത്തെ ബാർബിക്യൂ എൻജോയ് ചെയ്യുന്നു. I hope you all enjoy this barbecue. We will see you soon for the next show. Take care. Have a nice time. Iyo!